ചോദിച്ചപ്പോ പയ്യൻ പറഞ്ഞു അവര് വീട്ടിൽ ഞാനിങ്ങനെ കിടക്കാൻ പോയി. അന്നേരത്ത് ആ സ്ത്രീ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അവരുടെ ദേഹത്തെ തൊടു പിടിക്കുകയൊക്കെ ചെയ്ത് കൂടെ കിടത്തി. അങ്ങനെ ഉണ്ടായി വസ്ത്രങ്ങൾ. അപ്പോ രണ്ട് വീടുകൾ തമ്മിൽ അടുത്തടുത്ത്. അപ്പൊ രണ്ട് വീട് തമ്മിൽ അടുത്തടുത്ത് എന്ന് പറയുമ്പോൾ ഒന്നൊരു പ്രവാസിയുടെ വീട്, അടുത്ത തൊട്ടപ്പുറത്തെ വീട് പ്രവാസികളുണ്ടായി. അപ്പോ പ്രവാസിയുടെ വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. അവർ രണ്ടുപേരും മക്കളും ഭാര്യയും കൂടിയിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് തൊട്ടടുത്ത വീട്ടില് ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇവിടെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ടും കൂട്ടുകിടക്കാനായിട്ടും ഈ സ്ത്രീ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ വരും, കിടക്കും, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഒക്കെ ചെയ്തു. കാരണം പ്രവാസികളാകുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് ഒരു ഹെൽപ്പ് എപ്പോഴും അത്യാവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നതാണ്. അപ്പൊ അത് കൂട്ടുകിടക്കലുമായി. അങ്ങനെ കൂട്ടുകിടക്കുന്ന സമയത്ത് പല ദിവസവും ഇങ്ങനെ കൂട്ടുകിടക്കാൻ വന്ന് രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളുടെ കൂടെയാണ് ഈ പയ്യൻ കിടക്കുന്നത്, ആ സ്ത്രീ വേറെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ അടുത്ത് ഈ പയ്യൻ കിടക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ പയ്യന്റെ അടുത്തേക്ക് ഈ സ്ത്രീ വരും. രാത്രി വന്ന് അതുപോലെ തന്നെ ഈ പയ്യനെ കൊണ്ട് ഈ സ്ത്രീയുടെ കൈവയ്ക്കുകയും അങ്ങനെ കൈകൊണ്ട് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഉള്ള ഓരോ ദിവസങ്ങൾ സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അത് പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിലൊക്കെ ബന്ധപ്പെടാനും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത് ഈ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പുള്ളിക്കാരിനെ അതുപോലെ തൃപ്തിപ്പെടുത്തി കൊടുത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ തൃപ്തിപ്പെടുത്തി കൊടുത്തിരുന്ന സമയത്ത് 3-4 വർഷമായി കഴിയും ഒരു ഹസ്ബൻഡ് പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോകണം, മക്കളും നീയും കൂടി ദുബായിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ദുബായിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഈ പയ്യൻ ഇവിടെ ആയിരുന്നു. പിന്നെ ഈ സ്ത്രീ ഇവനെ ദുബായിലേക്ക് കൊണ്ടുപോവാണ്. ദുബായിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവരുടെ അതായത് ഈ സ്ത്രീയുടെ ഹസ്സിന് അവിടെ എന്താണെന്ന് വെച്ചാൽ ഓയിൽ കമ്പനിയാണ്. അവിടെ ഓയിൽ കമ്പനി എന്ന് പറയുമ്പോൾ നല്ല പൈസയാണ്. അത് ഒരു എന്താ പറയണ്ടേ, അവിടെ ഒരു അറബിന്ന് തന്നെ പറയാം, അത്രയ്ക്കും നല്ല പണമൊക്കെ അയാൾക്കുണ്ട്. അപ്പോ സ്വന്തമായിട്ട് ഇവർക്ക് ഓയിൽ കമ്പനിയൊക്കെ ഉണ്ട്, നല്ല ആർഭാട ജീവിതം, ഫ്ലാറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെ കൂടി അവിടേക്ക് കൊണ്ടുവരണം. കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് ഈ പയ്യനെ ഈ സ്ത്രീ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പയ്യൻ ഇവിടുന്ന് പാസ്പോർട്ട് എടുത്ത് അവിടേക്ക് കയറിപ്പോയി വിസ അയച്ചു കൊടുത്തു. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഫാദർ മരണപ്പെട്ടിരുന്നു. 18ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിരുന്നു. അപ്പൊ പിന്നെ ഉത്തരവാദിത്വം അവന്റെ നിലയിലായി. അപ്പൊ പിന്നെ ഇവരെന്തായാലും കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയുടെ വീട്ടിലായിരുന്നു, ഫ്ലാറ്റിൽ താമസിച്ചു. അവിടെ റൂം കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു ഷക്കാലയുണ്ട്, അവർക്കും അവിടെ താമസിക്കാനുള്ള സൗകര്യം റൂമുണ്ട്. അവർ ഗുരുവായൂർക്കാരിയാണ് അമ്മയൂരിലെ. അപ്പൊ അവർക്കും താമസിക്കാനുള്ള സൗകര്യം ഒരു റൂം കൊടുത്തു. ഈ പയ്യനും താമസിക്കാനൊരു റൂം കൊടുത്തു. അങ്ങനെ ഒരു വലിയൊരു ഫ്ലാറ്റ്. അപ്പൊ ഇവരുടെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഒന്നുപോലെ പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ എപ്പോഴെങ്കിലും ലേറ്റ് ആയി വരുന്ന സമയം അല്ലെങ്കിൽ രാവിലെ പോകുന്ന സമയത്ത് എപ്പോഴാണ് ഫ്രീ ആയിട്ട്, അതായത് ഹസ്ബൻഡ് അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഈ പയ്യനെ അവിടേക്ക് വിളിക്കും. അപ്പൊ പറയും നീ വാങ്ങും പറഞ്ഞ് വിളിക്കും. അതിനുശേഷം അവന് ഫുഡ് കൊടുക്കുവോ അല്ലെങ്കിൽ അവന്റെ അടുത്ത് സംസാരിച്ചിരിക്കുവോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബെഡ്റൂമിലേക്ക് പോയി ഇവരുടേതായ കാര്യങ്ങളൊക്കെ നടത്തും. അതായത് വീഴ്ചയിൽ ഏർപ്പെടുന്ന രണ്ടുപേരും കൂടിയിട്ടെന്ന് പറയും. പച്ചയ്ക്ക് പറഞ്ഞ എന്താ പറയാന്ന് എനിക്കറിയാം. അതായത് ഇങ്ങനെ തന്നെ രണ്ടുപേരും കൂടി ബന്ധപ്പെടുക തന്നെ. ഇങ്ങനെ റൂമില് കുട്ടികളൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കണം. കുട്ടികളോട് പഠിക്കുകയാണ് ദുബായില്. ഹസ്ബൻഡ് രാവിലെ പോകും അല്ലെങ്കിൽ പുലർച്ചെ പോകും. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ഈ പയ്യനാണ് നോക്കുന്നത് തന്നെ. പുള്ളിക്ക് ഇങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലാണ് താല്പര്യം കൂടുതൽ. പറഞ്ഞു കേട്ടത് കൊണ്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാല് ഈ പയ്യനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. എന്താ പറയണ്ടേ, അവരുടെ ശാരീരിക ബന്ധം, അതായത് അവരുടെ ശരീരത്തിലേക്ക് നല്ലൊരു പുരുഷൻ കൈവച്ചിട്ടില്ലെന്ന് തന്നെ പറയും. ഈ സ്ത്രീ ഈ പയ്യനെ വെച്ചുകൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ അത് തന്നെ ഓരോ ദിവസവും ഇങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ പയ്യൻ തന്നെ വേണം, നിർബന്ധമാണ് അവർക്ക്. അപ്പോൾ ഈ പയ്യനെ പല പ്രാവശ്യത്തിലേക്ക് റൂമിലേക്ക് വിളിക്കുകയും ഇവർ തമ്മിൽ ബന്ധപ്പെടുകയും